ഒരു വിരുന്നുകാരൻ വരുന്ന കാരണം കൊണ്ട് ആരാ ദ്വാരിക്കണേ? 1000 മലക്കുകൾ ദ്വാരിക്കുക. ആ 1000 മലക്കുകൾ അങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു വീണ്ടും പോവുക. വീണ്ടും 1000 മലക്കുകൾ പോവട്ടെ. 1000 മലക്കുകൾ വീണ്ടും ഇറങ്ങി വരുന്നു. ഒരു വിരുന്നുകാരന്റെ കാരണം കൊണ്ട് അതാ വീട്ടിലേക്ക് 1000 മലക്കുകൾ ഇറങ്ങി വരുന്നു. അവരും അതാ വീട്ടിൽ നോക്കുമ്പോ അപ്പൊ സന്തോഷത്തോടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കുറ്റത്തിന്റെ മീമത്തല്ലേ കേട്ടോ. അത് പറഞ്ഞാൽ ഒരു പരിസരത്തേക്ക് വരൂല. വിരുന്നു പോണ ഇനാ വരുത് കേട്ടോ. പരീത്ത മുഴുവൻ കുറ്റം അവിടെ ചെന്ന് പറയാനാവരുത്. അവിടുത്തെ മുഴുവൻ കുറ്റം ഓൻ അങ്ങനെയാ ഓള് ഇങ്ങനെയാ അങ്ങനെ ചെന്ന് പറയാനാവരുത്. വിരുന്ന അങ്ങനെ പറഞ്ഞാ വീട്ടിലില്ല പറക്കത്തും പോകും. മനസ്സിലായല്ലോ? കുറ്റം കുറവും പറയാനാവരുത് കേട്ടോ. ഉണർത്തേണ്ട കാര്യങ്ങൾ ഉണർത്തു വേണം, പറയേണ്ട കാര്യങ്ങൾ പറയണം. പക്ഷെ വെറുതെ എന്ത് വരുത്, വെറുതെ ഒരു ഗീബത്തും നമീമത്തും പറയാനാവരുത്. ഇരുന്നു വേണ്ടത് കേട്ടോ. എന്റെ ഓള് ഇങ്ങനെയാണ്, എന്റെ ഉമ്മ അങ്ങനെയാണ്, എന്റെ മരോൾ അങ്ങനെയാണ്, എന്റെ മരോൻ അങ്ങനെ അതിനാവരുത്. പഠിച്ചോനെ മലക്കേക്ക് പകരം ശൈത്താന്മാരെ കൊണ്ടുപോകരുത്. 1000 മലക്കേക്ക് പകരം 2000 ശൈത്താന്മാര് ഒപ്പം വരും. അങ്ങനെ അങ്ങനത്തെ സ്വഭാവം നമ്മളിൽ ആരിലും ഉണ്ടാവരുത്. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. വരുന്നു രണ്ടാമത് 1000 മലക്കുകൾ ഇറങ്ങി വരുന്നു. ആ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവർ ആ വീട്ടില് സന്തോഷത്തോടെ സംസാരിക്കുന്നത് അവര് കാണുന്നു. വിരുന്നാര് വരുമ്പോ അങ്ങനെയാണ്. ഓലെ